ഹായ് നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ ആ കാണുന്നത് മാലോൺ ടൗണാണ് കാണുന്നത്. അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് നടക്കാനുള്ള ദൂരം. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാക്കുന്നത് ഏതൻ സൂപ്പർ മാർക്കറ്റാണ് ഇതാ കാണുന്നത്. അതിനോട് തൊട്ട് ഓപ്പോസിറ്റായി കിടക്കുന്നതാ ഈ കാണുന്നത് കള്ള് ഷാപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനോട് ചേർന്ന് കിടക്കണ ഈ കാണുന്ന ഒരു 41 സെൻറ്റ് സ്ഥലം വീട് വെച്ച് താമസിക്കാനും ബിൽഡിംഗ് പർപ്പസിനും ക്വാർട്ടേഴ്സൊക്കെ തുടങ്ങാനൊക്കെ പറ്റിയ കിടിലൻ ഒരു പ്ലോട്ട് പിന്നെ ഇതാ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ കാണുന്നത് പെട്രോൾ പമ്പാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ ചില പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിക്കട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ ഇതാക്കണം, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റോഡ് വരുന്നത് നമ്മളെ വെള്ളരിക്കുണ്ടെന്ന് മാലോം കൊന്നക്കാട് പോണ റൂട്ടാണ്. വെള്ളരിക്കുണ്ടെന്നൊക്കെ ഏകദേശം ഒരു 8 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. അതുപോലെ നമുക്ക് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറുപുഴ, ചിറ്റാരിക്കൽ, അതുപോലെ പാണത്തൂരിനെല്ലാം പോകാം. എല്ലായിടത്തോട്ടും ബസ് സർവീസ് എല്ലാം ഉള്ള കേട്ടോ. കോട്ടയം, പാല, അതുപോലെ എല്ലായിടത്തോട്ടും കണ്ണൂർ, ഇരിട്ടി എല്ലായിടത്തോട്ടും ബസ് സർവീസിലാണ്. ബസ്സുകളൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ് കേട്ടോ. പിന്നെ അടുത്ത ചുറ്റുപാടും എല്ലായിടത്തും ഫുള്ള് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങ് ആ കാണുന്നത് പിന്നെ അത് ഇങ്ങോട്ട് ആ കാണുന്ന പെട്രോൾ പമ്പാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ നമ്മളെ ബളാൽ പഞ്ചായത്തിലും മാലോം വില്ലേജിലും അതുപോലെ വെള്ളരിക്കുണ്ട് താലൂക്കിലും പെട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ എൻ്റെ ഇവിടം വരെയാണുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളെ സ്ഥലം ഉള്ളത്. ഇപ്പോൾ നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ മൊത്തത്തിലൊന്ന് പോയിട്ട് കാണാം. ഇപ്പോൾ നിലവിലിനകത്ത് കുറച്ച് തെങ്ങും കവുങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് കേട്ടോ. പിന്നെ വീട് വയ്ക്കാം, അതുപോലെ ബിൽഡിംഗ് പർപ്പസ് ക്വാർട്ടേഴ്സുകളൊക്കെ തുടങ്ങാം. അങ്ങനെ ബിസിനസ് പരമായ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കിടിലൻ പ്ലോട്ടാണ്. ഇനി വരെ നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ പോയി കാണാം. അപ്പോഴേ നമ്മൾ പ്ലോട്ടിലേക്ക് വരുമ്പോൾ നോക്കിയാൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ നമ്മളെ ഈ സ്ഥലത്തിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങോട്ടൊക്കെ വീടുകളെല്ലാം ഉണ്ട്. നമുക്ക് ഈ പ്ലോട്ടിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് റോഡുണ്ട്, ഇത് പബ്ലിക് റോഡാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മൾ ഈ പ്ലോട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 10 സെൻറ്റോ 20 സെൻറ്റൊക്കെ ആയിട്ട് പ്ലോട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെ മുറിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇതാ കാണുന്ന മെക്കാടൻ ടാറിംഗ് റോഡ് ബസ് റൂട്ടുകളാണ് കേട്ടോ. എവിടേക്കാലും പോകണം എന്നൊക്കെ ഉണ്ട്. നമുക്ക് എവിടേക്കാലും പോകണം എന്നുണ്ടെങ്കിൽ പിള്ളേരെ സ്കൂളിലോട്ട് പറഞ്ഞു വിടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ മതി. എല്ലായിടത്തോട്ടും ബസ് സർവീസ് സ്കൂൾ ബസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ലൈൻ ബസ്സുകളൊക്കെ ഇഷ്ടം പോലുള്ള റൂട്ട് എന്താ പറയുക മെക്കാടൻ ടാറിംഗ് റോഡിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു കാണുന്ന ഒരു 41 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ. സ്ഥലം നമ്മളെ മാലോത്ത് ടൗണിൽ നിന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററിൽ നമുക്ക് മാലോത്ത് കസബ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ നമുക്ക് വെള്ളരിക്കുണ്ടിന് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. പിന്നെ എല്ലാ സ്കൂളിൻ്റെ ഒക്കെ ബസ്സൊക്കെ നമുക്ക് ഈ റോഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു പ്ലോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗോഡൗണോ അതല്ലെങ്കിൽ ക്വാർട്ടേഴ്സുകളൊക്കെ പണിയാനൊക്കെ പറ്റുന്ന നല്ല കിടിലം പ്ലോട്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല വലിയ ടൗൺ തന്നെയാണ് മാലോത്ത് എന്ന് പറഞ്ഞാൽ. ബിൽഡിംഗ് ഒക്കെ പണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. എന്താ പറയുക ക്വാർട്ടേഴ്സുകളൊക്കെ പണിയാണെന്നുണ്ടെങ്കിൽ നല്ല ആൾക്കാരൊക്കെ കിട്ടുകയും ചെയ്യും അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ കുറേ ഉള്ളേരികളിലൊക്കെ ഉണ്ട് ഇതേപോലെ ടാറിംഗ് റോഡിനോട് ചേർന്ന് നല്ല സൗകര്യമുള്ള സ്ഥലത്ത് ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുത്തിടാൻ പറ്റും. ഇനിയിപ്പോൾ ദൂരമുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ ഇതേമാർക്ക് ഇപ്പോൾ പറഞ്ഞ മാർക്ക് ഒരു ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുക, ഒരു വരുമാനം കിട്ടുന്ന രീതിയിലൊക്കെ ഒരു സ്ഥലങ്ങളൊക്കെ എടുക്കാൻ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തിടാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനൊക്കെ പറ്റുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങളാണ്. നമുക്ക് ക്രിസ്ത്യൻ പള്ളി എന്ന് പറഞ്ഞാൽ നടക്കാനുള്ള ദൂരത്തിൽ മാലോത്ത് ടൗണിൽ നമുക്ക് ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വള്ളിക്കടവ് എത്തിക്കഴിഞ്ഞാൽ അവിടെയും ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഈ റോഡിന് പോയി കഴിഞ്ഞാൽ ഇവിടെയും ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അല്ലേ. ഇപ്പുറത്തെ റോഡ് പോയി കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം പള്ളി ആണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് നടന്നെത്താനുള്ള ദൂരത്തിൽ തന്നെ നമുക്ക് ഈ മാലോത്ത് ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ട് നല്ല അനുയോജ്യമായുള്ള നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ്. നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ ഈ ഒരു സൈഡിൽ കൂടെയുള്ള നമ്മളെ അതിരെന്ന് പറഞ്ഞ ഏകദേശം ഇതാണ് ഇതുവരെയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരുവിധം ലെവലായി കിടക്കണ പ്ലോട്ടിനാണ് ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. അതാ ഈ കാണുന്ന തെങ്ങ് കവുങ്ങ് ഇതൊക്കെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു വീടൊക്കെ വെച്ച് താമസിക്കാണ്ടെങ്കിൽ അത്യാവശ്യം അരച്ചു കൂട്ടാനുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് വീടൊക്കെ വെച്ച് താമസിക്കാണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ കൃഷിയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലവും കൂടിയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളെ സ്ഥലത്തിൻ്റെ ഇവിടെ നിന്നുള്ള മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ മൊത്തത്തിലൊന്ന് അങ്ങോട്ടൊക്കെ പോയിട്ടൊന്ന് കാണിച്ചു കൊടുക്കട്ടോ. പോയേക്കാം. അപ്പോഴേ ഇനിയിപ്പോൾ നമ്മൾ ഒരു പ്ലോട്ടുകൾ എടുത്തിട്ട് ഒരു വീടൊക്കെ വെച്ച് താമസിക്കുമ്പോൾ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇവിടെ വെള്ളം കിട്ടുമോ ഇല്ല എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തിനോട് തൊട്ട് ചേർന്ന് വേറെ ആളെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇതവിടെ ബോർവെല്ലുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അടുത്തൊരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിണറുണ്ട് കേട്ടോ. കിണർ പറഞ്ഞാൽ വറ്റാത്ത വെള്ളമുള്ള കിണറാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള കിണറാണ്. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഇങ്ങോട്ട് പോകാൻ നമുക്ക് നമ്മളെ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഒന്ന് പോയിട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിതിലെ പോയിട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് കാണിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ കാസർഗോഡ് നിന്നൊക്കെ വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 54 കിലോമീറ്ററാണ് ഇങ്ങോട്ട് എത്താനുള്ളത്. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 42 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ നമ്മളെ പ്ലോട്ടിൻ്റെ
ബാക്ക് സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു ജാതി മരമെല്ലാം ഉണ്ട്. ജാതിക്കെല്ലാം നിറയെ കായ്ച്ചിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും കൃഷി സംഭവങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മളെ പറമ്പിന്റെ ഈ ഒരു അതിര് മൊത്തം ഇതാണ്, ഇതേപോലെ കമ്പിവേലി എല്ലാം തിരിച്ചിട്ടുണ്ട് അല്ലേ? ഈ സൈഡ് ഫുള്ള് കമ്പിവേലി ഇട്ടേക്കുന്നതാണ് കണ്ടില്ലേ? ഇവിടെ എല്ലാം ഫുള്ള് കമ്പിവേലി ഇട്ട് തിരിച്ചിട്ടേക്കണം. അതിലൊന്നും അങ്ങോട്ടോ മാറാനോ നമ്മൾ അതിര് മാറാനോ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇതാണ് നമ്മളെ പ്ലോട്ടിന്റെ മേലെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ റോഡ് ലെവലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല സ്റ്റൈലാവില്ല കാണാൻ. റോഡിൽ നിന്ന് തന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കുമ്പോൾ നല്ല കിഡിലും വ്യൂ ആയിരിക്കും കേട്ടോ. എന്താ പറയുക, അത്യാവശ്യം നല്ല കണ്ണായ സ്ഥലമാണ്. മെക്കാടൻ ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. ടൗണും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ടൗണും നമ്മൾ മാലോൺ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബാങ്ക് ആണെങ്കിലും മറ്റ് എല്ലാവിധ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ പറഞ്ഞാൽ കേട്ടോ. അങ്ങോട്ടൊക്കെ നോക്കി അവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഇത് സൂപ്പർ സ്ഥലമാണ്, ഒന്നും പറയാല്ല. ഇപ്പോൾ ഇത് 41 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ. ഇനി ഇവരുടെ തന്നെ ഒരു 36 സെൻറ്റ് സ്ഥലം അവിടെ വേറെ ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ സെയിൽ ചെയ്യാനുള്ളതാണ്. അപ്പം ഇനി അത് 10 സെൻറ്റും 13 പ്ലോട്ടായിട്ട് തിരിച്ചിട്ടേക്കുന്നതാണ് അല്ലേ? മൊത്തം 36 സെൻറ്റ് സ്ഥലമാണ്. അതായത് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ വീട് വെക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ചെറിയ പ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ അങ്ങോട്ടുള്ള വഴി സൗകര്യം എല്ലാം ഉണ്ട്. പിന്നെ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് എല്ലാം ഉണ്ട്. നമുക്ക് ആ ഒരു പ്ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ ഇവിടുന്ന് 2 മിനിറ്റ് ഇതാ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ആ സ്ഥലം തന്നെയാണ്. ആ പോസ്റ്റ് നിൽക്കണതിൻ്റെ അവിടെയാണുള്ളത്. അപ്പോൾ ഞാൻ അതൊന്ന് പോയിട്ട് കാണിച്ചു. 13 സെൻറ്റ് അങ്ങനെ 3 പ്ലോട്ടാക്കിയിട്ട്. അപ്പോൾ അത് അവിടെ തന്നെയാണ് കേട്ടോ, ആ കാണുന്ന സ്ഥലമാണ്. അപ്പോൾ വണ്ടികളൊക്കെ ഏത് വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയല്ലാണ്ട് വലിയ വണ്ടി അടക്കം വരുന്ന വഴിയാണ് കേട്ടോ. ഇത് ടൗണാണോ? ടൗണിൻ്റെ അടുത്ത് തന്നെ ആയില്ലേ? ടൗണിൻ്റെ അടുത്ത് തന്നെയായി. നമുക്ക് കുറഞ്ഞ് 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ മാലോൺ ടൗണിലേക്ക്. ഇപ്പം എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ പിള്ളേരൊക്കെ പറഞ്ഞു വിട്ടാൽ തന്നെ സാധനങ്ങൾ മേടിച്ചു പിള്ളേരെ പറഞ്ഞു വിട്ടാൽ ഇതാക്കി നമ്മളെ ഏതൻ സ്റ്റോറില്ലേ അവിടെ, ആ കട കണ്ടില്ലേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടേ റോഡിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഇതാകണ ഈ കാണുന്നതാണ് സ്ഥലം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ആ കാണുന്നത് ഫുള്ള് തെങ്ങും കവുങ്ങും തന്നെയാണുള്ളത്. ഇതാണ് ഇവിടുന്നാണ് നമ്മളെ ഇതിന്റെ അതിര് വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ഒരു 36 സെന്റ് സ്ഥലം താഴത്തെ ആ പോസ്റ്റ് നിൽക്കണ അവിടം വരെയാണുള്ളത്. അവിടെ നിന്ന് നേരെ അങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതും കൂടി സെയിലിനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത്രയും ഈ പ്ലോട്ടിൽ ഏത് പ്ലോട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഡീല് നടത്താൻ ചെയ്യാം അല്ലേ? നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ഓണറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്തോളി. ഏത് പ്ലോട്ടാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ വന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങളെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാകുന്ന രീതിയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ഡീല് നടത്തുക. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പറ. പിന്നെ വേറെ കാര്യമുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തൊരു വീട് വെച്ച് താമസിക്കാണ്ട് ബാക്കി സ്ഥലത്ത് നമുക്ക് കൃഷി സ്ഥലമായിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. ഇവിടെ എവിടെ ഒരു വെട്ടുപാറ കരിങ്കൽപ്പാറ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല കേട്ടോ. നല്ല മണ്ണുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നീ ഒരു കറണ്ടിൻ്റെ കണക്ഷനൊക്കെ ഇതാക്കണ പോസ്റ്റ് നമുക്ക് ഇതിൻ്റെ സൈഡ് വഴി ഉള്ളതാണ്. വെള്ളം കിട്ടണം. വെള്ളത്തിന് ഈ ഒരു പറമ്പിൽ അവിടെ ഒരു താഴെ ഒരു കിണറുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.